ഹേയ്, എല്ലാ ദിവസത്തെയും പോലെ ഒരു പണിയില്ലാതെ ഞാൻ വെറുതെ ടിവിയിൽ വരുന്ന സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3 നേരം തെറ്റാണ്ട് വാരി തിന്നാ മാത്രം പോരാ, ദേഹം അല്ലെങ്കിൽ പണിയെടുക്കണം. വാരി തിന്നാ മാത്രം പോരാ. അതിൻ്റെ ഇടക്ക് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. അപ്പോൾ വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് വാച്ച് സ്മാർട്ട് സിറ്റി. സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എറണാകുളമാണ്. ആൻഡ് ഈ എറണാകുളത്ത് 2 കൂട്ടർ മാത്രം ശക്തരായി നിലകൊണ്ടു. ഒരു ഭാഗത്ത് ഈ വില്ലന്മാരുടെ ഗ്യാങ്ങും ആൻഡ് മറുഭാഗത്ത് നായകന്മാരായിട്ട് മാധവേട്ടനും ശേഖരേട്ടനും. അങ്ങനെ ഈ വില്ലൻ ഗ്യാങ്സ് ഒക്കെ കൂടി ഇപ്പോൾ ഒരു വലിയ ഡീല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 250 കോടി ഞങ്ങൾ. അത് കുറച്ച് കൂടുതലല്ല ചേട്ടാ. 100 കോടി. വൈദ്യ, എന്നിട്ട് ഡീല് നടന്നോ? ഡീല് നടന്നെന്ന് തോന്നുന്നല്ലോ. വില്ലന്മാരിങ്ങനെ അഴിമതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് വിടാം. പക്ഷെ നമ്മുടെ നന്മ നിറഞ്ഞ നായകനായിട്ടുള്ള ശേഖരേണ്ട പണി എന്താണ്? രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാലാവസ്ഥയിൽ ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ്. അതെ, റിസ്ക് സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ നോക്കിയായിരിക്കും അല്ലേ? സ്മഗ്ലിംഗ്. എന്താ പറഞ്ഞേ? രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ് സ്മഗ്ലിംഗ്. എന്നിട്ട് ഇതിലെ നായകൻ ഇയാള് ഇതിനും ഭേദം വില്ലന്മാരായിരുന്നു. അപ്പൊ ഇവന്മാർ 2 കൂറകളാന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവർക്കൊക്കെ ഇടയിൽ നന്മ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പാവം മനുഷ്യൻ കൂടെ ഉണ്ട്. നമ്മുടെ ശേഖരന്റെ മോളുടെ ഭർത്താവ് ശരത്. വേണ്ട, ഈ പ്രൈസ് കാണിച്ച് ഞാൻ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തൊരു സത്യസന്ധനാണ് പുള്ളി. വാങ്ങിക്കേണ്ട ഫ്ലാറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ശരത് ബ്രോ ഫ്ലാറ്റ്? ഒന്ന് കേക്കട്ടെ. മരടിലുള്ള നിങ്ങളുടെ എക്കോണമി ഫ്ലാറ്റ്. അങ്ങനെ പുള്ളിയുടെ കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളും മരടിലുള്ള നിങ്ങളുടെ എക്കോണമി ഫ്ലാറ്റ് ഒക്കെ ആയിട്ട് ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കും. ബീച്ചോ? എന്താ ശരത് ബ്രോ ഇതൊക്കെ? എന്നെ അഡ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ബഹുമാനമാവാം. ബീച്ചും അറിയാതെ നിന്നെ ഇനി ബഹുമാനിക്കൂടെ ചെയ്യാം. ഒന്ന് പോടെ. ആ വിളിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാഫിയ ഫ്ലേവർ ഉണ്ട്. But I like it. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മാഫിയ അധോലോകത്തിലെ പേരങ്ങ് വെളിപ്പെടുത്തും. ശരത് ഭായ്. എന്തായിരുന്നത്? കേട്ടില്ല. ശരത് ഭായ്. പട്ടിയുടെ പേരിന്റെ കൂടെ വരെ ബായി ഇട്ടപ്പോ അതൊരു മാഫിയ പേരായിരുന്നു. പക്ഷെ ഇതൊരു മാതിരി. ഗുഡ്. അങ്ങനെ എന്തായാലും ശേഖരേട്ട, പുള്ളി നിങ്ങളുടെ മോളുടെ ഭർത്താവാണല്ലോ. അപ്പൊ പുള്ളിയുടെ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ആദ്യമായിട്ടാണ് തെറിയൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന ഒരാളെ കാണുന്നത്. വാട്ട് എ പോസിറ്റീവ് മാൻ. ഇത്ര നാളും ലോകത്തൊരു ഭർത്താവ് വഞ്ചിക്കാത്തതുപോലെ നിങ്ങളുടെ മകളെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു, നിഗൂഢമായ ഒരാനന്ദത്തോടെ. ഇങ്ങനെയൊരു സത്യസന്ധനായ മനുഷ്യൻ ഇങ്ങേരിത്. ഹലോ, സ്വന്തം ഭർത്താവിന്റെ ശരത്തിൽ നിന്നും ശരത് ഭായിലേക്കുള്ള മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഒരു ജീവിതത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ മായ്ക്കാനാവില്ല. 12 വർഷക്കാലം എനിക്ക് വാക്ക് തരൂ, മാധവേട്ടന്റെ കൈകൊണ്ട് അയാൾ മരിക്കില്ലെന്ന്. അങ്ങനെ നമ്മുടെ ശരത് ഭായിയും വില്ലന്മാരുടെ കൂടെ ചേർന്ന് ഫുൾ ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവരെയൊക്കെ പിടിച്ചു കെട്ടാനായിട്ട് ഒരാൾ വേണമല്ലോ. അതാണ് നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പർ മാധവേട്ടൻ. എന്നെ പോലുള്ളവരുണ്ടാവും, പ്രൊവൈഡേഴ്സ് ഓഫ് വൈൽഡ് ജസ്റ്റിസ്. പുള്ളി നമ്മുടെ ആളാ. ഏത്? അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ പറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായല്ലോ അല്ലേ? അതായത് ഒരു ഭാഗത്ത് നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള മാധവേട്ടനും ശേഖരേട്ടനും ആൻഡ് മറുഭാഗത്ത് ഇത് കുറെ ആൾക്കാരുണ്ടല്ലോ, വില്ലൻ ഗ്യാങ്ങും. അങ്ങനെ നമ്മൾ വീഡിയോയുടെ അടുത്ത പാർട്ടിലേക്ക് പോവാണ്, ദ ബാറ്റിൽ. അങ്ങനെ ഈ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വില്ലന്മാർക്ക് മാധവനായിട്ട് ഡയറക്റ്റ് പണി കൊടുക്കണം എന്നൊരാഗ്രഹം വരും. പക്ഷെ മാധവൻ ഒരു ജസ്റ്റിസ് ലീഗ് മെമ്പർ ആണല്ലോ. അതുകൊണ്ട് തന്നെ സുനിലിന്റെ അപ്പച്ചനോ കൊച്ചപ്പച്ചനോ മാധവനോട് നേരിട്ട് മുട്ടാനുള്ള ആംബിയറില്ല. അങ്ങനെ വില്ലന്മാരൊരു പുതിയ ആളെ കളത്തിലിറക്കും, ദ മോസ്റ്റ് ഫേമസ് ജെയിംസേ, കേറി വാ. ഇവനെ അറിയത്തില്ലേ? ഇത് ടിവിയിലും പത്രത്തിലും ഒക്കെ ഇപ്പോ കുറെ നാളായി ജെയിംസ് ഹെഡ്ലൈൻ. കോപ്പ് അറിയില്ലാന്നിപ്പോ എങ്ങനെ പറയും? ചെറുക്കൻ പ്രൗഡ് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ടല്ലോ. ജെയിംസേ, കേറി വാ. ഇപ്പൊ മനസ്സിലായി. കില്ലർ ജെയിംസ്. അത് തന്നെ. ഭാഗ്യം, ഇപ്പൊ കയ്യിന്ന് പോയനെ. മാധവന് നമ്മൾ കൊടുക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട്. ഇതെന്ത് സെൽഫ് മസാജിങ്ങോ? കൊള്ളാലോ ഇത്. അങ്ങനെ എന്തായാലും കില്ലർ ജെയിംസ് വന്നിട്ട് മാധവേട്ടന്റെ ഒറ്റ സുഹൃത്തായ ഇങ്ങനെ വെട്ടിയങ്ങ് ഹോസ്പിറ്റലിലാക്കും. അങ്ങനെ ഉറ്റ സുഹൃത്ത് വെട്ടുകൊണ്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ മാധവേട്ടൻ ഹൃദയം തകർന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും. എന്തായാലും ഡിസ്ചാർജ് ആയി. എനിവേ, ഫ്രണ്ടിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് മാധവേട്ടൻ പുള്ളിയോട് പറയും, ഇനി പോയിട്ട് ജെയിംസിനെ അങ്ങ് അടിച്ചോന്ന്. ജോസേ, ഇവന്റെ വലത് കൈയെടുത്തേക്ക്, അവന്റെ ഇടത് കാലും എടുത്തേക്ക്. ഡാം മാധവേട്ട, ഇതേപോലത്തെ പടങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഓരോരുത്തന്മാര് കേരളത്തിൽ മാർക്ക് ഇറങ്ങിയതിനു ശേഷമാണ് വയലൻസ് വരുന്നതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കില്ലർ ജെയിംസിന് മാധവേട്ടൻ തട്ടിയറിഞ്ഞ് വില്ലന്മാരൊക്കെ കൂടെ മാധവേട്ടന്റെ മൂന്നാറിൽ പഠിക്കുന്ന അനിയത്തിയെ
ഐ മീൻ പഠിക്കുന്നുണ്ടോന്ന് അറിയില്ല. മാധവേട്ടന്റെ മൂന്നാറിലുള്ള ഒരു അനിയത്തിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യും. മൂന്നാറിലെ വൈഡ് ഹൊറൈസൺ മീഡിയ സ്കൂളിൽ PG ഡിപ്ലോമ ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിൽ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ദേവിക. ഒരു ബ്ലാക്ക് മെയിലാണ് കമ്മീഷണർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, ഇറ്റ് വോണ്ട് വർക്ക്. പിന്നെ അല്ല, മാധവേട്ടന്റെ അടുത്ത് ബ്ലാക്ക് മെയിലിംഗ് ഒന്നും നടക്കില്ല. ഒന്നുമില്ല, ഞാൻ നാളെ മൂന്നാറിന് പോകുന്നു. 2 ദിവസം കഴിഞ്ഞാൽ മടങ്ങും. ഉഫ്, നല്ല നിലപാടുള്ള മനുഷ്യൻ. അങ്ങനെ ഇങ്ങേര് കഷ്ടപ്പെട്ട് 2 ദിവസത്തെ സ്മഗ്ലിംഗ് ബിസിനസ് ഒക്കെ നിർത്തി മൂന്നാറിലേക്ക് പോയി നോക്കുമ്പോ അനിയത്തിയാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ കണ്ട് പോട്ട് പുല്ലെന്ന് പറഞ്ഞ് മാധവേട്ടൻ നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ അപ്പോഴേക്കും ഒരു വില്ലൻ പോയിട്ട് മാധവേട്ടന്റെ ഒറ്റ സുഹൃത്തിനെ അങ്ങ് കൊല്ലും. ആ ഇതാര്? എന്താ ബ്രോ, കുത്തിയ സ്ഥലം മാറിപ്പോയോ? ഒരുമാതിരി വല്ലാതെ എക്സ്പ്രഷൻ. എന്തായാലും ഉറ്റ സുഹൃത്തിനെ കൊന്നതല്ലേ, അതുകൊണ്ട് തന്നെ മാധവേട്ടൻ ഇവനെ തപ്പി വരുമെന്ന് ഉള്ള വില്ലന്മാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ വില്ലന്മാരൊക്കെ കൂടി ഇവനൊരു ഹൈ സെക്യൂരിറ്റി തന്നെ അങ്ങ് കൊടുക്കും. അപ്പൊ ഞാനീ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മാധവേട്ടൻ വന്നിട്ട് നൈസായിട്ട് ഇവനെ അങ്ങ് കൊല്ലും. അങ്ങനെ മരിച്ചെന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ ഷെമ്മീത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരും. എന്നിട്ട് പുള്ളി ഒരു മാസ് ഡയലോഗ് അങ്ങ് കാച്ചും. ഈ മാസ് ഡയലോഗിന് മാധവേട്ടൻ കൊടുക്കുന്ന റിപ്ലൈ എന്താണെന്നറിയോ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ എന്ത് പ്രോബ്ലം വരുവാണെങ്കിലും ജസ്റ്റ് സേ ബൈ ദ വേ. മാസൊക്കെ ആണെങ്കിലും ഒരാളെ കൊന്നതുകൊണ്ട് നമ്മുടെ മാധവേട്ടൻ അങ്ങ് ജയിലിലേക്ക് പോകും. ഇതേ സമയം വില്ലൻ ഗ്യാങ് ആണെങ്കിൽ ഇതിന്റെ റിവെഞ്ചിൽ സെക്കൻഡ് കില്ല് എടുക്കാൻ വേണ്ടി പോകും, മാധവേട്ടന്റെ അനിയത്തിയെ. ഓ, ഇത് തീർന്നില്ലേ പുല്ല്. പക്ഷെ ഇവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വില്ലൻ ഗ്യാങ്സിനെതിരെയുള്ള ഒരു വമ്പൻ പ്രൂഫ് അനിയത്തിയുടെയും ജയസൂര്യയുടെയും പെൻഡ്രൈവിലുണ്ട്. എന്തായാലും ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ വില്ലൻ ഗ്യാങ്സ് എത്രയും പെട്ടെന്ന് ഇവരെ ഫോളോ ചെയ്ത് പിടിക്കാൻ വേണ്ടി പോകും. വില്ലന്മാർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവര് നേരെ ഈ പെൻഡ്രൈവ് എടുത്ത് ന്യൂസ് ചാനൽസിന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. രണ്ടുപേർക്ക് ദോശയും ഓംലേറ്റ് എടുക്കും. Now about our plans. ബൈ ദ വേ, ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇവനിവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ വാള് ചവിട്ടി മാറ്റാം, അല്ലെങ്കിൽ ഇവനെ ചവിട്ടി മാറ്റാം, അല്ലെങ്കിൽ ഇവളെ, അല്ലെങ്കിൽ അത് വേണ്ട, അത് കുറച്ച് വിയേർഡായിരിക്കും. പക്ഷെ ഇവനിവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? അല്ലേലും വില്ലന്മാര് കൊല്ലാൻ വേണ്ടി വരുമ്പോ തട്ടുദോശയും കഴിച്ചിരുന്ന ഇവനോടാണോ ഞാൻ ഇതൊക്കെ പറയുന്നത്? തെറ്റ് എന്റെ ഭാഗത്താ. കരയണ്ട, റിലാക്സ്, യു റിലാക്സ്. എനിക്കറിയാം നിനക്ക് ഇവനെ പിരിയാൻ കഴിയില്ലെന്ന്. Can I help you? ഓ, ഇങ്ങേരിത് എന്തൊരു നല്ല മനുഷ്യൻ. അങ്ങനെ എന്തായാലും അനിയത്തി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മുടെ മാധവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരത് ഭായിയെ ഒറ്റ പഞ്ചിലങ്ങ് തീർത്ത് കളയും. ഓ, അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റ് തീർന്നു. അപ്പൊ ശരിയെന്നാ, അങ്ങനെ അങ്ങ് പോയാലോ? അതെ, ഒരു ഫൈറ്റ് കൂടെ ബാക്കിയുണ്ട്, ദ വെർബൽ ഫൈറ്റ്. ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഒരു മാസ് ഡയലോഗ് പറഞ്ഞപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസ് എന്നായിരുന്നു. അതുകൊണ്ട് ഇന്നാ പിടിച്ചോ ഒരു മരണമാസ് ഡയലോഗ്. എന്റെ കൺമുമ്പിലിട്ട് സുനിലിനെ കൊന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞത് പ്രവർത്തിക്കുന്നതിനാണ് ഈ രേഖ. ആൻഡ് ഇതിന് കിട്ടിയ റെസ്പോൺസ് വാസ്, എടാ മന്ത്രി പോലെ ആടി മോനെ. അങ്ങനെ അവസാനം ഈ വെർബൽ ഫൈറ്റിലൂടെ പടം അങ്ങ് തീരെയാണ്. അല്ല ഇതെന്താ, ആഹാ, വായിക്കാനൊരു പാരഗ്രാഫ് ഒക്കെ ഉണ്ടല്ലോ. സോറി, ലൈറ്റ് ബൈ 20 minutes. ചെറുതായി വൈകിയപ്പോ ഞാൻ അല്പം പറയിടായി. എന്തിന്?